Hi my dear students, I am Mahima teacher. Welcome to Mahima teacher physics classroom in Spec Nature. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ആപ്ലിക്കേഷൻസ് ഓഫ് ഗോസസ് ലോ ക്ലാസ് 12th കേട്ടോ. അതില് ഫീൽഡ് ഡ്യൂ ടു അൻ ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് യൂണിഫോംലി ചാർജ്ഡ് വയർ. ഓക്കെ, അപ്പൊ ഇതിന്റെ മുൻപത്തെ വീഡിയോയില് ഗോസസ് ലോനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞിരുന്നു. ആ വീഡിയോ കാണാത്തവര് നിങ്ങളത് കാണേണ്ടതാണ്. ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ 1 ആണ് നമ്മൾ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്, കേട്ടല്ലോ. അപ്പോൾ എന്താണ് ഗോസസ് ലോ? ഗോസസ് ലോ എന്ന് പറയുന്നത് എന്താ സ്റ്റേറ്റ്മെന്റ്? ദ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് ഈസ് ഈക്വൽ ടു, ഇലക്ട്രിക് ഫ്ലക്സിനെ നമ്മൾ ഫൈ എന്ന് ഡിനോട്ട് ചെയ്യും അല്ലേ? ഇലക്ട്രിക് ഫ്ലക്സ് അപ്പോൾ ഈ എഴുതാം. Electric flux phi is equal to, electric flux through a closed surface is equal to 1 by epsilon 0 times total charge enclosed within that surface, which is equal to one more equation. It is a closed surface, so integral be taken as a closed integral, closed surface integral E dot ds, where E is the electric field through that surface and ds is the surface area of the surface. അപ്പോൾ ഇവിടെ നമ്മളുടെ ഈ ഇക്വേഷനിൽ ഫൈ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫ്ലക്സ്, ക്യൂ എന്ന് പറയുന്നത് ആ ഒരു നമ്മൾ കൺസിഡർ ചെയ്ത സർഫസിന്റെ ഉള്ളിലത്തെ ചാർജ് ആണ് ക്യൂ എന്ന് പറയുന്നത്. എപ്സിലോൺ 0 is the permittivity of free space, ഇലക്ട്രിക് ഫീൽഡ്, അതുപോലെ തന്നെ നമ്മൾ കൺസിഡർ ചെയ്ത സർഫസിന്റെ ഒരു സ്മോൾ സെക്ഷൻ, അതിന്റെ സർഫസ് ഏരിയ. മനസ്സിലായോ? അപ്പൊ ഇതാണ് നമ്മൾ ഗോസസ് ലോയില് പറഞ്ഞിരുന്ന കാര്യങ്ങള്. ഞാൻ ഈ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കേണ്ടത് ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് യൂണിഫോം ചാർജ്ഡ് വയർ എടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും, നമ്മൾ അവിടെ എങ്ങനെ കൺസിഡർ ചെയ്യും? ഈ ഗോസസ് ലോ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്തിരുന്നത്? നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ കുളൂംസ് ലോ ആണ് യൂസ് ചെയ്തിരുന്നത്. പിന്നീട് അത് ഗോസസ് ലോയിലേക്ക് വന്നു. കുളൂംസ് ലോ യൂസ് ചെയ്യുന്നത് ഡിസ്ക്രീറ്റ് ടൈപ്പ് ഓഫ് ചാർജസിലാണ് നമ്മൾ കുളൂംസ് ലോ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഗോസസ് ലോ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? നമ്മളൊരു ചാർജ് ഒരു സർഫസിൽ വെച്ച് കഴിഞ്ഞാൽ ആ സർഫസിൽ ചാർജ് എന്ത് ചെയ്യുന്നു? യൂണിഫോംലി സ്പ്രെഡ് ചെയ്യും അല്ലേ? അങ്ങനെ യൂണിഫോംലി സ്പ്രെഡ് ചെയ്ത ചാർജസ് കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ കുളൂംസ് ലോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയി പോകും. അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലോ ആണ് എന്ത്? ഈ ഗോസസ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഗോസസ് ലോയില് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഒരു ക്ലോസ്ഡ് സർഫസ് എടുക്കണം. എങ്ങനത്തെ ക്ലോസ്ഡ് സർഫസ്? ഇമാജിനറി ക്ലോസ്ഡ് സർഫസ് എടുക്കണം. ആ ക്ലോസ്ഡ് സർഫസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഗോഷ്യൻ സർഫസ് എന്ന് പറയുന്നത്, കേട്ടല്ലോ. അപ്പൊ ഗോഷ്യൻ സർഫസ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഗോഷ്യൻ സർഫസിന് എനി ഷേപ്പ്, എനി സൈസ്, പക്ഷെ നമ്മൾ സിമ്മട്രിക് ഷേപ്പ് ആണ് എപ്പോഴും കൺസിഡർ ചെയ്യുന്നത്. അതിന്റെ കാൽക്കുലേഷൻസ് ഈസിയർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഗോഷ്യൻ സർഫസ് എന്ന് പറയുന്ന സിമ്മട്രിക്കൽ സർഫസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഈ ഗോഷ്യൻ സർഫസിന്റെ പ്രത്യേകത എന്താണ്? ഗോഷ്യൻ സർഫസില് എല്ലാ പോയിന്റ്സിലും എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് യൂണിഫോം ആയിരിക്കും. മനസ്സിലായോ? ഇൻസൈഡ് ദ ഗോഷ്യൻ സർഫസിന്റെ കാര്യമല്ല നമ്മൾ പറയുന്നത്, ഔട്ട്സൈഡ് ദ ഗോഷ്യൻ സർഫസ് അല്ല പറയുന്നത്. ഗോഷ്യൻ സർഫസില് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പൊ ഇവിടെ നമ്മൾ എടുക്കേണ്ടത് യൂണിഫോംലി ചാർജ്ഡ് വയർ ആണ് എടുക്കേണ്ടത്. അത് എങ്ങനെയായിരിക്കണം? ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് യൂണിഫോംലി ചാർജ്ഡ് വയർ. അപ്പൊ നമുക്ക് സ്ട്രെയിറ്റ് വയർ, അപ്പൊ അതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആണ് കമ്പയർ ടു ദ ലെങ്ത്. ഓക്കെ, നമ്മൾ അതിലേക്ക് പോസിറ്റീവ് ചാർജസ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ പോസിറ്റീവ് ചാർജസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യും, ലെങ്ത് വൈസ് ആയിട്ട് പോസിറ്റീവ് ചാർജ് സ്പ്രെഡ് ചെയ്യും. അപ്പൊ നമ്മൾ ഇവിടെ എടുക്കേണ്ടത് ലാംഡ എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ്.
be the linear charge density. Okay, lambda be the linear charge density. Then the equation charge per length. Linear charge density is equal to charge per length. Charge is equal to lambda L. Okay, charge is equal to lambda L. നമ്മൾ ഇവിടെ എന്താ നമ്മൾ ചെയ്യുക? എല്ലായിടത്തും പോസിറ്റീവ് ചാർജസ് ഉണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു ഒരു ഗോഷ്യൻ സർഫസ് കൺസിഡർ ചെയ്യണമെന്ന്. അപ്പോൾ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. കൺസിഡർ എ പോയിന്റ് P ഹിയർ. R is the distance from the wire. അപ്പോൾ എങ്ങനെയാണ് ഈ P എന്ന് പറയുന്ന പോയിന്റിലത്തെ ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനിലിരിക്കും? അതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയുന്ന ഒരു കാര്യം, പോസിറ്റീവ് ചാർജസിന്റെ കേസിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഈസ് ഓൾവേസ് ഔട്ട്വാർഡ്, അല്ലെ? ഔട്ട്വാർഡ് ഡയറക്ഷനിലേക്കായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഹിയർ ആൾസോ ഇലക്ട്രിക് ഫീൽഡ് വെക്ടേഴ്സ് ഔട്ട്വാർഡ് ആയിരിക്കും, അല്ലേ? അപ്പൊ ഇങ്ങനെ പുറത്തേക്കായിരിക്കും, ഇങ്ങോട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ. പക്ഷെ ഈ ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ എങ്ങനെ ഇരിക്കും നമുക്ക് നോക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് കൺസിഡർ ചെയ്യുക. ഈ പോസിറ്റീവ് ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഓൾവേസ് ഇൻ ദിസ് ഡയറക്ഷൻ, അല്ലെ? ഈ ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവുക. പക്ഷെ നമ്മൾ രണ്ട് ലൈൻ സെഗ്മെന്റ് എടുക്കുകയാണ്. ഈ രണ്ട് പോയിന്റിൽ രണ്ട് ലൈൻ സെഗ്മെന്റ്, ഡെൽറ്റ L1 ആൻഡ് ഹിയർ ഡെൽറ്റ L2. ഈ ഡെൽറ്റ L1 ഉം ഡെൽറ്റ L2 ഉം സെയിം ലെങ്ത് ആണെന്ന് കൺസിഡർ ചെയ്യാം. ഡെൽറ്റ L1 ആൻഡ് ഡെൽറ്റ L2 ആർ സെയിം. ഓക്കെ, അപ്പൊ ഈ ഒരു സെഗ്മെന്റിലത്തെ പോസിറ്റീവ് ചാർജ് കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്വാർഡ് ആയിരിക്കും. ആൻഡ് ടു ദിസ് പോയിന്റ് ഇറ്റ് ഈസ് അപ്പിയർ ടു ബി ലൈക്ക് ദിസ്. ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഈ സെഗ്മെന്റ് കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും. അപ്പൊ ഇതൊരു ഇലക്ട്രിക് E2, ഡെൽറ്റ L1 കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് E1 ആണെന്ന് വിചാരിക്കാം. ലെറ്റ് us കൺസിഡർ. പക്ഷെ ഇത് രണ്ടും സെയിം ലെങ്ത് ആണ്. അതുപോലെ തന്നെ ഡിസ്റ്റൻസ്, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും സെയിം തന്നെയായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇവിടുന്ന് 2 സെന്റിമീറ്റർ ആണെങ്കിൽ ഇങ്ങോട്ടും 2 സെന്റിമീറ്റർ ആണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ E1 ഈക്വൽ ടു എന്തായിരിക്കും? E2 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഇതേപോലെ രണ്ട് ഡയറക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ E1 E2 എന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? അതിനെ കമ്പോണന്റ് ആക്കും, അല്ലെ? ഇപ്പൊ ഒരു വെക്ടർ ഇങ്ങോട്ടിരിക്കും, ഒരു വെക്ടർ ഇങ്ങോട്ടിരിക്കും E1ന്റെ. അതുപോലെ തന്നെ E2ന്റെയും ഒരു വെക്ടർ കമ്പോണന്റ് ഇങ്ങോട്ടിരിക്കും, ഒരെണ്ണം താഴത്തേക്കിരിക്കും. ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് പോകും. നെറ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ കൺസിഡർ കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ദീസ് 2 സെഗ്മെന്റ് എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിൽ ഉണ്ടാവുള്ളൂ. ഇങ്ങോട്ടുള്ള പെർപെൻഡിക്കുലർ കമ്പോണൻസ് എന്ന് പറയുന്നത് ക്യാൻസൽ ഔട്ട് ആയി പോകും. മനസ്സിലായോ? ക്യാൻസൽ ചെയ്ത് പോകും. അങ്ങോട്ടും ഇങ്ങോട്ടുള്ളത് ക്യാൻസൽ ചെയ്ത് പോകും. നെറ്റ് എഫക്റ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇതായിരിക്കും. അപ്പൊ റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഓൾവേസ് എലോങ് ദ റേഡിയൽ വെക്ടർ. റേഡിയൽ വെക്ടറിലേക്കായിരിക്കും റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഉണ്ടാവുക. അപ്പൊ ഈ ഒരു പോയിന്റിൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏത് പോയിന്റും ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ആ എല്ലാ പോയിന്റിലും ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനിൽ ഉണ്ടാവുള്ളൂ? റേഡിയൽ വെക്ടറിന്റെ ഡയറക്ഷനിലേക്ക് ഉണ്ടാവുള്ളൂ. അതിന്റെ പെർപെൻഡിക്കുലർ കമ്പോണൻസ് എല്ലാം എന്ത് ചെയ്തു പോകും? ക്യാൻസൽ ചെയ്ത് പോകും. അത്രയും കാര്യം മനസ്സിൽ സൂക്ഷിക്കണം, കേട്ടല്ലോ? അപ്പൊ നമുക്ക് ഇതെങ്ങനെ സോൾവ് ചെയ്യും എന്ന് നോക്കാം. ഫീൽഡ് ഡ്യൂ ടു ഇൻഫിനിറ്റ്ലി സ്ട്രെയിറ്റ് യൂണിഫോം ചാർജ്ഡ് വയർ. അപ്പൊ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു ഫൈനൈറ്റ് വയറായിരുന്നു. നമ്മൾ ഇൻഫിനിറ്റ് ലോങ് ആയിട്ടുള്ള ഒരു വയറാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ ഓരോ കുഞ്ഞു കുഞ്ഞു സെഗ്മെന്റ് എടുത്താലും ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും? അത് റേഡിയൽ വെക്ടറിന് പാരലൽ ആയിട്ടായിരിക്കും ഉണ്ടാവുക. പെർപെൻഡിക്കുലർ കമ്പോണന്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, ഇവിടെ എനിക്ക് സ്ഥലമില്ല, അപ്പൊ അതുകൊണ്ടൊന്ന് കുറച്ച് സ്ഥലം ഉണ്ടാക്കിയ ശേഷം നമുക്ക് ബാക്കി ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ സ്ഥലമൊക്കെ കിട്ടി. അപ്പൊ ഞാൻ എഴുതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, ഞാൻ ഒരു ഇൻഫിനിറ്റ്ലി സ്ട്രെയിറ്റ് യൂണിഫോംലി ചാർജ്ഡ് വയർ കൺസിഡർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇവിടെ എങ്ങനെ ഒരു ഗോഷ്യൻ സർഫസ് കൺസിഡർ ചെയ്യും?
ഗോഷ്യൻ സർഫസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം എന്നാ പറഞ്ഞത്? ക്ലോസ്ഡ് ഗോഷ്യൻ സർഫസ് ആയിരിക്കണം. അപ്പൊ ഇതിനെ ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിന് ഇൻഫിനിറ്റി ആണ്. നമ്മൾ എങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കും? അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ക്ലോസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയായിരിക്കും? ഒരു വലിയൊരെണ്ണത്തിനുള്ളിൽ ഇത് കയറ്റി വെച്ചൊന്നല്ലേ, അങ്ങനെ പറ്റില്ല. നമ്മളൊരു സെഗ്മെന്റ് എടുക്കുക, ഇത്രയും ഒരു പോർഷൻ എടുക്കുക. ആ പോർഷനിലത്തെ ഇലക്ട്രിക് ഫീൽഡാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഗോഷ്യൻ സർഫസ് ആയിട്ട് നമ്മൾ ഒരു സിലിണ്ടറിക്കൽ സർഫസ് കൺസിഡർ ചെയ്യാൻ പോവാണ്. അപ്പൊ സിലിണ്ടറിക്കൽ ഗോഷ്യൻസ്, അപ്പൊ ഗോഷ്യൻ സർഫസിന് ഇനി ഷേപ്പ് ആവാന്ന് പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് ഒരു സിലിണ്ടറിക്കൽ ഗോഷ്യൻ സർഫസ്. ഓക്കെ, അപ്പൊ ഈ സിലിണ്ടറിക്കൽ ഗോഷ്യൻ സർഫസിന് എത്ര സർഫസ് ഉണ്ട് നമുക്കൊന്ന് എണ്ണി നോക്കാം. ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, പിന്നെ ഇവിടെ മൂന്നാമത്തെ എന്ന് പറയുന്നത് എന്താണ്? കേർവ്ഡ് സർഫസ് ആണ് അല്ലെ. ഇവിടുത്തെ സർഫസ് പിന്നെ ഒരു കേർവ്ഡ് സർഫസ് ഉണ്ട്. അപ്പൊ നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഇതിൽ കൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് പ്ലസ് ഇതിൽ കൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് പ്ലസ് കേർവ്ഡ് സർഫസിൽ കൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ്. അപ്പൊ നമുക്ക് ഇതിനെ ഇവിടെ ഫസ്റ്റ് പോയിന്റിലത്തെ നമുക്ക് φ1 എഴുതാം. ഇവിടുത്തെ ഇലക്ട്രിക് ഫ്ലക്സ് φ2, ഇവിടുത്തെ ഇലക്ട്രിക് ഫ്ലക്സ് φ3. ഓക്കെ, അപ്പൊ നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് ഇസ് ഈക്വൽ ടു നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് ഈക്വൽ ടു φ1 പ്ലസ് φ2 പ്ലസ് φ3. അപ്പൊ ഇതിനകത്ത് φ1 φ2 φ3 എന്താന്ന് നോക്കാം. φ1 is equal to closed surface integral E dot ds plus closed surface integral ഇത് 1-ത്തെ, ഇത് 2-ത്തെ ആണെങ്കിൽ E dot ds. ഓക്കെ, 3-ത്തെ ആണെങ്കിൽ E dot ds. ഓക്കെ, അപ്പൊ ഇവിടെ കേർവ്ഡ് സർഫസിൽ എന്താന്ന് നോക്കാം. കേർവ്ഡ് സർഫസ് നമ്മൾ കൺസിഡർ ചെയ്യും ഒരു സ്മോൾ പോർഷൻ, അതിന്റെ സർഫസ് ഏരിയ ഡിഎസിന്റെ സർഫസ് ഏരിയ വെക്റ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൾസോ എലോങ് ദ റേഡിയൽ വെക്റ്റർ. ഇങ്ങനെയായിരിക്കും, നോർമൽ ആയിരിക്കും അല്ലെ. നമ്മൾ ഇവിടെ ഇതൊരു സർഫസ് ആണെന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ സർഫസിലത്തെ വെക്റ്റർ എന്ന് പറഞ്ഞാൽ സർഫസ് ഏരിയ വെക്റ്റർ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഇതിന് നോർമൽ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇത് ഇങ്ങനെ ഇരിക്കണമെങ്കിൽ ഇങ്ങനെ ഇരിക്കും, കണ്ടോ? ഏത് ഡയറക്ഷനിലാണ് അതിന് നോർമൽ ആയിട്ടായിരിക്കും അതിന്റെ ഏരിയ വെക്റ്റർ ഉണ്ടാവുക. അപ്പൊ ഇവിടെ ഏരിയ വെക്റ്റർ എന്ന് പറയുന്നത് നോർമൽ ആണ്, പക്ഷെ അത് റേഡിയൽ വെക്റ്ററിന് പാരലൽ ആയിട്ടാണ് ഇരിക്കുന്നത്. ആ റേഡിയൽ വെക്റ്ററിന് പാരലൽ ആയിട്ട് വേറെ ഒരാളും കൂടി ഉണ്ട്. ആരാണ്? ഇലക്ട്രിക് ഫീൽഡ്. നോക്കിയാൽ രണ്ടും എങ്ങനെ ഇരിക്കുന്നത്? പാരലൽ ആയിട്ടാണ് ഇരിക്കുന്നത്. അതായത് തീറ്റ ഇസ് ഈക്വൽ ടു 0 ആണ്, ഫോർ കോസ് 0 ഇസ് ഈക്വൽ ടു 1 ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ കൺസിഡർ ചെയ്യാനുള്ള കാരണം എന്താ? ഇവിടെ ഡോട്ട് ആണ് അല്ലെ. ഡോട്ട് എന്ന് പറയുന്നത് എന്താണ്? കോസ് തീറ്റ എന്നാണ്. എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ? എ ബി കോസ് തീറ്റ എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ ഇവിടുത്തെ ആംഗിൾ എന്ത് പറയണത്? 0 ആയതുകൊണ്ട് ഇവിടെ 1 എന്നാണ് വരിക. അപ്പൊ നമ്മളുടെ ഈ ഇക്വേഷനിൽ എങ്ങനെ ചേഞ്ച് വന്നു? ഈ ഇക്വേഷൻ ക്ലോസ്ഡ് സർഫസ് ഏരിയ ഈ ഡോട്ട് പോയിട്ട് ഇ ഡി എസ് എന്ന് വന്നു അല്ലെ. ഇ ഡി എസ് എന്ന് വന്നു. ഇനി ഇവിടെയൊക്കെ എന്ത് സംഭവിക്കും? ഈ രണ്ട് സർഫസിൽ എങ്ങനെ ഇരിക്കണത്? ഇവിടെ നമ്മളൊരു സർഫസ് എടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെ ഇരിക്കുന്നത്? അതിന്റെ ഏരിയ വെക്റ്റർ എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവും. പക്ഷെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എപ്പോഴും എലോങ് ദ റേഡിയസ് വെക്റ്റർ ആണ്. അപ്പൊ ഇവിടെ നോക്കി, ഇവിടുത്തെ ആംഗിൾ എത്ര വന്നു? 90 ഡിഗ്രി എന്നാണ് വന്നത്. ഇയും ഡി എസും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി. അതേപോലെ തന്നെയാണ് ഇവിടെ നമ്മളൊരു സ്മോൾ പോർഷൻ എടുത്തു കഴിഞ്ഞാൽ ഡി എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ് വരുന്നത്. കോസ് 90 എന്ന് പറയുന്നത് കോസ് 90 ഈസ് ഈക്വൽ ടു 0. അതായത് ഇവിടെ ഈ രണ്ട് കേസിലും ഇ ഡോട്ട് ഡി എസ് എന്ന് പറയുന്നത് ഇ ഡി എസ് കോസ് 90, ഇ ഡി എസ് കോസ് 90. ദാറ്റ് മീൻസ് ഈ രണ്ട് ഇക്വേഷനും എന്തായി പോകും? 0 ആയി പോകും. അപ്പൊ നമ്മളുടെ ഈ നെറ്റ് ഫ്ലക്സിൽ ആര് മാത്രമേ ഉള്ളൂ? ഈ ഒരു ടേം, അതായത് കേർവ്ഡ് സർഫസിൽ കൂടിയുള്ള ഫ്ലക്സ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മളുടെ ഇക്വേഷൻ എങ്ങനെയാവും? ഈ ഇക്വേഷൻ ചേഞ്ച് ചെയ്തിട്ട് ഞാൻ ഇതെല്ലാം 0 ആണ്, അതുകൊണ്ട് ഞാനിത് റബ്ബ് ചെയ്ത് കളയാണ് കേട്ടോ.
The final equation is closed surface integral E ds. ഇനി ഈ നമ്മൾ പുറത്തേക്ക് എടുക്കണം. ഈ ഡി എസ് എന്ന് പറയുന്നത് ഈ കേർഡ് സർഫസിലത്തെ സ്മോൾ ഏരിയ ആയിരുന്നു. അപ്പൊ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? 2πRL. 2πRL, where R is the radius of the cylinder and L is the length of the cylinder. ഈ സിലിണ്ടറിന്റെ ലെങ്ത്തും ഇതിന്റെ റേഡിയസും ആണ് നമ്മൾ ഇത് എഴുതിയിരിക്കുന്നത് R into L എന്ന് പറയുന്നത്. പക്ഷെ നമ്മളുടെ ഇക്വേഷൻ എന്താ? നമ്മളുടെ ഇക്വേഷൻ ഗോസസ് ലോന്റെ ഇക്വേഷൻ എന്താ? ക്ലോസ്ഡ് സർഫസ് ഇന്റഗ്രൽ E ഡോട്ട് ds is equal to q enclosed by epsilon 0 എന്നായിരുന്നു അല്ലേ? അപ്പോൾ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് which is equal to q enclosed by epsilon 0 എന്നാണ്. ഓക്കെ, നമ്മളുടെ ഇക്വേഷൻ E into 2πRL is equal to എന്താ ഇക്വേഷൻ വരിക? q enclosed ഏത് ചാർജ് ഡെൻസിറ്റിയെ കൺസിഡർ ചെയ്തിരിക്കുന്നത്? ലൈൻ ഡെൻസിറ്റി ലാംഡ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എൽ. അപ്പൊ ക്യൂ ഇസ് ഈക്വൽ ടു ലാംഡ എൽ. ലാംഡ എൽ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. ഇപ്പൊ രണ്ട് സ്ഥലത്തും എൽ ഉണ്ട്. അപ്പൊ നമ്മളത് ക്യാൻസൽ ചെയ്ത് പോകും. ഈയുടെ ഇക്വേഷൻ എന്തായി മാറും? ഈക്വൽ ടു ലാംഡ ബൈ 2πR എപ്സിലോൺ 0. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈസ് ഈക്വൽ ടു ലാംഡ ബൈ 2πR എപ്സിലോൺ 0. ഇപ്പൊ ഇവിടെ നോക്കി എന്തിനേക്ക് ഇലക്ട്രിക് ഫീൽഡ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ഒന്ന് ലീനിയർ ചാർജ് ഡെൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തത് ദ റേഡിയസ് വെക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എപ്സിലോൺ 0നെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പെർമിറ്റിവിറ്റി ഓഫ് ദ ഫ്രീ സ്പേസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഇക്വേഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് ഒരു 2 വെച്ച് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാം. 2 വെച്ചിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്യാം. അപ്പം നമ്മളുടെ റിസൾട്ട് എന്തായി മാറും? ഇവിടെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇൻറ്റു 2. ഇതൊരു ഇക്വേഷൻ കേട്ടല്ലോ, നിങ്ങളിത് എഴുതിയെടുക്കുക. ഈ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം ഇവിടെ ഞാൻ എഴുതുകയാണ് കേട്ടോ. ഇവിടെ E ഈക്വൽ ടു 2 ലാംഡ ബൈ ഇവിടെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 എന്ന് വരും. 4π എപ്സിലോൺ 0 R. അപ്പൊ നമ്മൾ 1/4π എപ്സിലോൺ 0നെ k എന്നാണ് വിളിച്ചിരുന്നത് അല്ലേ? അപ്പൊ E is equal to 2k ലാംഡ ബൈ R ആണ്. ഇത് വേറൊരു ഇക്വേഷൻ. നമുക്ക് പ്രോബ്ലം ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇക്വേഷൻ വളരെ യൂസ്ഫുൾ ആയിരിക്കും. നീറ്റ് JEE ഒക്കെ എക്സാമിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ ഇക്വേഷൻ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പം ഓർത്ത് വെച്ചേക്കാം. E is equal to 2k ലാംഡ ബൈ R എന്ന് പറയുന്നത്. K എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 9 into 10⁻⁹ ആണ് അല്ലേ? പിന്നെ ലാംഡ തന്നിട്ടുണ്ടാവും. പിന്നെ R എന്ന് പറയുന്നത് എത്ര ഡിസ്റ്റൻസിലാണ് ഇത് കൺസിഡർ ചെയ്തിരിക്കുന്നതെന്നുകൊണ്ട് തന്നിട്ടുണ്ട്. അപ്പം എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു റേഡിയസ് വെക്റ്റർ. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു റേഡിയസ് വെക്റ്റർ. അപ്പം ഇതാണ് നമ്മളുടെ റിസൾട്ട്. ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് യൂണിഫോംലി ചാർജ്ഡ് വയറിൻ്റെ റിസൾട്ടാണ് നമുക്ക് കിട്ടിയത്. ഈസ് ഈക്വൽ ടു ലാംഡ ബൈ 2πR എപ്സിലോൺ 0 എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത സെക്ഷനിൽ നെക്സ്റ്റ് ആപ്ലിക്കേഷൻ എന്താണെന്ന് നോക്കാം. അതെങ്ങനെ ഡിറൈവ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം ഈ ഗോസസ് ലോൻ്റെ പ്രോബ്ലം സെക്ഷൻ്റെ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. മെയിനായിട്ട് നീറ്റിലും JEE-ലൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ. ഓക്കെ, അപ്പം ഞാൻ ഈ സെക്ഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. See you on another section with another topic. Bye.